ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു 2 ടയർ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ഓർഡർ വന്നൊരു കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ 2 കേക്കാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം വാനില സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ വാനില സ്പഞ്ച് തയ്യാറാക്കാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 പിഞ്ച് ബേക്കിംഗ് സോഡ അതുകൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കണം. നമ്മൾ സീവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം സീവ് ചെയ്താൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സായി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 തവണ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ കൂടി ആവശ്യമാണ്. ഇനി ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കണം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്താൽ മതി. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല ചോക്ലേറ്റ് സ്പഞ്ച് ആവുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതൊന്ന് സീവ് ചെയ്ത് വെക്കുക. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഞാൻ 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ തന്നെ മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ 4 പ്രാവശ്യം സീവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വാനില സ്പഞ്ച് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ട 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് പതുക്കെ ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററൊക്കെ താന്നു പോകും. നമ്മൾ വളരെ സൂക്ഷിക്കണം. ബാറ്റർ താന്നു പോയാൽ പിന്നെ നമുക്ക് നല്ല ഒരു കേക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് വളരെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാം നമുക്ക്. ഇനി ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ബാറ്റർ ടിൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മെല്ലെ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു അലുമിനിയം പാത്രത്തിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ്
കപ്പ് എടുത്തിട്ടില്ല. ഞാൻ അരക്കപ്പിൽ കുറച്ച് കുറവാക്കിയിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര എടുത്തത്. ഞാൻ അത് എടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായി വരുമ്പോൾ, നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3/4 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മറ്റേ ബാറ്റർ തയ്യാറാക്കിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്നിച്ച് കുത്തിയാക്കരുത്, നമ്മൾ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് സ്പഞ്ചിൻ്റെ ഒരു കേക്കിൻ്റെ ഉള്ളിൽ തന്നെ 2 ടേസ്റ്റായിട്ട് 2 ടേസ്റ്റിൽ നമ്മൾ ഒരു കേക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മറ്റൊരു ടിന്നെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ 2 കേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ 2 കേക്കും ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ കുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് 2 കേക്കും കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഞാൻ ഒരു ദിവസം മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ലെയേഴ്സാക്കി എടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ലെയറാക്കി എടുക്കുന്നത്, നൂല് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെരിഞ്ഞൊന്നും പോവില്ല, കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ അതേപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതാ കണ്ടോ, നല്ല സ്ലൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. വളരെ നല്ല ഒരു ഐഡിയ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ 2 കേക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ബോർഡിൽ അല്പമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എല്ലായിടത്തും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. ആദ്യം ഞാൻ വാനില സ്പഞ്ചാണ്, വാനില സ്പഞ്ച് 1 kg ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് 1/2 kg. അപ്പോൾ 2 ടയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെക്കുന്നത് വാനില സ്പഞ്ചാണ്. അപ്പോൾ കേക്ക് കിട്ടുന്നവർക്കും തന്നെ നല്ലൊരു ടേസ്റ്റിലായിരിക്കും. അവർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയാണ് വേണ്ടത്. 2 സ്പഞ്ച് വേണം താനും, ഒരു കേക്ക് മതി താനും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഒറ്റ ഇതായിട്ട് തന്നെ കൊടുക്കുകയാണ്. 2 കേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെക്കാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ 2 ടയറായിട്ട് ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എല്ലാ കേക്ക്സും വെച്ചിട്ട് ഫുള്ള് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ അല്പനേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി അല്പസമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ റോസെറ്റ് വെച്ചിട്ടാണ് ഒന്ന് ഇതിന് ഒരു ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കളേഴ്സൊന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കളേഴ്സൊന്നും യൂസ് ചെയ്യാതെയാണല്ലോ നമുക്ക് ഹെൽത്തി. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കളേഴ്സൊന്നും യൂസ് ചെയ്യാതെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കേക്ക് ചെയ്യാവുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി വളരെയധികം നല്ല ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചോക്ലേറ്റ്സിൻ്റെ കട്ടിങ്സ് വെക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വളരെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇത് ഒന്ന് മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം സ്പ്രിങ്കിൾസ് ഇതിൽ തൂവി കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ 2 ടയർ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് തന്നെ ഷുഗർ ബൗൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പസമയം ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് അവർക്ക് ആവുമ്പോൾ നമുക്ക് പേരൊക്കെ എഴുതിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഹാപ്പി കുഞ്ഞോൻ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേക്കിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടല്ലോ. 2 ടയർ ഈസിയായി ചെയ്യുന്ന ഒരു മെത്തേഡും കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും വളരെയധികം നന്ദി.